നമസ്കാരം. കേരള കലോത്സവത്തിൽ 12 തവണ ചാമ്പ്യന്മാരായ പാലക്കാട് ഗുരുകുലം സ്കൂള് ഇത്തവണയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ സംഘനൃത്തത്തിൽ അവർ അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. മതഭ്രാന്തന്മാർ കടന്നുകയറിക്കൊണ്ട് ഭാരതത്തിൻ്റെ വനിതകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ പഹൽഗാം ഭീകരാക്രമണം. അവർ ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഈ നാട്ടിലെ സിന്ദൂരം മായ്ക്കപ്പെട്ട വനിതകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മതഭീകരവാദികൾക്ക് എതിരെ ആണ് തങ്ങൾ ഈ സംഘനൃത്തം അവതരിപ്പിച്ചത് എന്ന്. കേരളത്തിൽ പലപ്പോഴും പാലസ്തീനും മറ്റ് ഇതര പ്രദേശങ്ങളിലും നടന്ന പ്രശ്നങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ദേശീയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അവർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ആ സ്കൂളുകൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ച അധ്യാപകർക്ക് നേരെ കൂടിയുള്ള വെല്ലുവിളിയാണ്. അവരുടെ കാഴ്ചയെ ക്ഷണിക്കുകയാണ് പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിലേക്ക്. അതിനുശേഷം ഭാരതം തിരിച്ചടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിലേക്ക്. അത്ര വളരെ കൃത്യമായിരുന്നു. കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പറയുവാൻ വേണ്ടിയിട്ട്, ഇത് മതഭീകരന്മാർക്ക് നേരെ ഞങ്ങൾ ഒരുക്കിയ പ്രതിഷേധമാണ് എന്ന്. കൃത്യമായ അഭിപ്രായങ്ങളായിരുന്നു കുട്ടികളുടെ നാവിൽ നിന്നും ഉണ്ടായത്. അതായത് കുട്ടികൾ പഠിക്കേണ്ടതാണ്, കുട്ടികൾ ഇത് കണ്ടു പഠിക്കണമെന്ന് അവരെ പരിശീലിപ്പിച്ച അധ്യാപകരും പറഞ്ഞു. ആ ഒരു രീതിയിൽ, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്, അതായത് കുട്ടികൾ കണ്ടു പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എടുത്തത്. അധ്യാപകൻ തുറന്നു പറയുകയുണ്ടായി, തങ്ങൾ ഓരോ തവണ വിഷയം സെലക്ട് ചെയ്യുമ്പോഴും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിലായിരിക്കും വിഷയങ്ങൾ എടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പോഴും ഞങ്ങൾ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ലക്ഷ്യമിട്ട് മതഭീകരന്മാർ പതിയിരിക്കുന്നുണ്ട്. അവരെ തീർച്ചയായിട്ടും ഇരുമ്പറയ്ക്കുള്ളിൽ ആക്കണം. അവർക്ക് നേരെ ശക്തിയുക്തം പോരാടണം. അവർക്കെതിരെ പോരാടുന്ന സൈന്യത്തിന് വേണ്ടത്ര മതിയായ പിന്തുണകൾ കൊടുക്കണം. പക്ഷേ ഈ ദൃശ്യത്തിന് താഴെ പല കമൻറ്റുകളും, പല രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് ദേശത്തിനെ ബാധിക്കുന്ന ഒരു വിഷയത്തെ ഒരു സ്കൂൾ കുട്ടികൾ എടുക്കുമ്പോൾ ആ സ്കൂൾ കുട്ടികൾ എടുത്ത വിഷയത്തെ എതിർക്കുന്ന രീതിയിലുള്ള പല കമൻറ്റുകളും ഇതിന് താഴെ വന്നിട്ടുണ്ട്. അതായത് രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പോരെ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളെന്ന്. അതായത് രാജ്യം ഒരു പ്രത്യേക പ്രശ്നത്തിലാണ്ടിരിക്കുമ്പോൾ പോലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്താഗതി വച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് അതിനെതിരെ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അവർ കൂടി ഈ ദേശീയതയിലേക്ക് കടന്നു വരണം. കാരണം ഇത് ഭാരതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഭാരതത്തിനെതിരെ നടക്കുന്ന അത്തരം ആക്രമണങ്ങളെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് PFIയെക്കുറിച്ച് നമ്മുടെ NIA അന്വേഷണ ഏജൻസിയായ NIA പട്യാല കോടതിയിൽ ഒരു കാര്യം സമർപ്പിച്ചത്. കേരളത്തിൽ നിന്ന് PFI ഭീകരന്മാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി സിറിയയിലേക്ക് അയക്കാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയെ വിഭജിക്കുവാനുള്ള പദ്ധതിയിട്ടിരുന്നു. ഈ രീതിയിലൊക്കെ കേരളത്തിനകത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുമ്പോഴാണ് നമ്മൾ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുട്ടികളൊരു മഹത്തരമായ സന്ദേശം തന്നെയാണ് കേരളത്തിലെ ജനതയ്ക്ക് മുന്നേ വച്ചത്, കലോത്സവത്തിലൂടെ നമുക്ക് സമ്മാനിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.